സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു മീൻ അച്ചാർ ഉണ്ടാക്കാം. അത് എങ്ങനെയെന്ന് നോക്കാം. ഇന്ന് ഞാൻ എടുത്തത് വലിയ നെയ്മീനാണ്. ഈ മീൻ മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി വയ്ക്കാം. മൂന്നാല് തണ്ട് കറിവേപ്പില, 1 ഇഞ്ച് വലുപ്പത്തിൽ 1 കഷ്ണം ഇഞ്ചി, 5-8 വെളുത്തുള്ളി, 4 തിരി പച്ച കുരുമുളക്. കുരുമുളക് തിരിയിൽ നിന്ന് മണികളാക്കി ഉതിർത്തിയെടുക്കാം. ഓരോ തിരിയെടുത്ത് വലിച്ചു ഊരിയാൽ ഇങ്ങനെ മണിമണിയായി കയ്യിൽ വരും. ഇനി കാണിച്ച മസാലകൾ ഓരോന്നായി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മുറിച്ച് ഇട്ട് കൊടുക്കാം. എല്ലാം നല്ലതുപോലെ അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് പകുതി പുളിനാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. 1/2 ടീസ്പൂൺ ഉപ്പുമിട്ട് 1 ടേബിൾ സ്പൂൺ എള്ളെണ്ണയും ഒഴിച്ച് നമുക്കിതൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം. ഞാൻ ഇതയം നല്ലെണ്ണയാണ് ഉപയോഗിക്കാറ്. ഇനി നല്ലതുപോലെ അരച്ചെടുത്ത ഈ മസാല എടുത്ത് മീനിൽ തേച്ച് അരമണിക്കൂർ നേരം മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മീനെടുത്ത് ഫ്രൈ ചെയ്യാം. പാൻ വെച്ച് പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എള്ളെണ്ണ ഒഴിച്ച് നമുക്ക് ഈ മീൻ ഒന്ന് പരത്തി കൊടുക്കാം. സിമ്മിൽ വെച്ച് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അച്ചാറിടുമ്പോൾ ഞാൻ എള്ളെണ്ണയാണ് ഉപയോഗിക്കാറ്. ഇനി നമുക്ക് ഈ മീനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം.
ഇത് ഇങ്ങനെ കഴിക്കാനും നല്ല സ്വാദാണ്. സിമ്മിൽ വെച്ച് ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് എണ്ണ മതിയാകും. ഇനി ഇത് മാറ്റിവെച്ച് തണുത്ത ശേഷം കുപ്പിയിലേക്ക് ഇടാം. കുപ്പിയിലേക്കിടുമ്പോൾ നല്ലതുപോലെ തണുത്ത ശേഷമേ ഇടാവൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. കുപ്പി നല്ലതുപോലെ അടച്ച് മാറ്റിവെക്കാം. ഇനി നേരത്തെ കാണിച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് മീനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. പാൻ വെച്ച് പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ ചൂടാകുമ്പോൾ കാണിച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ വറുത്തെടുക്കണം. അതാണ് നല്ലത്. നല്ലതുപോലെ വറുത്തെടുത്താൽ അച്ചാർ പെട്ടെന്ന് കേടുവരില്ല. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം കറുപ്പത്തോൽ ഇട്ട് കൊടുക്കാം. കറുപ്പ ഇടുന്നത് മീനിൻ്റെ മണം പോകുവാൻ വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് 2 നുള്ളി ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ വേണമെങ്കിൽ ആദ്യമേ വറുത്ത് പൊടിച്ച് വെച്ചാലും മതി. അത് അവസാനം ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. രണ്ട് നുള്ളി കടുകും ഇട്ട് കൊടുക്കാം. ഇവയെല്ലാം നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ
നമുക്ക് എല്ലാ കൂട്ടുകളും ഒന്നിച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. മുളക് നല്ലതുപോലെ ആയി വന്നാൽ ഇതിലേക്ക് നേരത്തെ വിനീഗർ ഒഴിച്ച് വെച്ച മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അച്ചാർ പാകമായി കഴിഞ്ഞാൽ ഉപ്പുണ്ടോ എന്ന് നോക്കണം. പിന്നീട് ഇടുന്നതിനേക്കാൾ നല്ലത് ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഇനി ഇത് സ്റ്റൗ ഓഫ് ചെയ്ത് തണുത്ത ശേഷം കുപ്പിയിലാക്കി വയ്ക്കും. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക.